ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി എക്സസൈസസ് പാഠം 27. അപ്പോൾ പാഠത്തിലുള്ള ഉത്തരമാണ് പറയേണ്ടത്. ആദ്യത്തെ ചോദ്യം, കം ഉസ്ബൂഅൻ ഗാബ അദ്നാൻ. അദ്നാന് എത്ര ആഴ്ചകൾ ആബ്സെൻ്റ് ആയിരുന്നു, ക്ലാസ്സിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ഗാബ ഉസ്ബൂഐനി, 2 ആഴ്ച അദ്ദേഹം വന്നിട്ടില്ല, ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ഗാബ ഉസ്ബൂഐനി. അപ്പോൾ 2 ആഴ്ച എന്നെങ്ങനെ എഴുതാം? ഉസ്ബു ഐനി. ഉസ്ബു ആനി 2 ആഴ്ച മർഫൂ, ഗാബ ഫീലായോണ്ട് മഫൂലും ബിഹി മൻസൂബ് ഉസ്ബു ഐനി, അങ്ങനെയാണ് മൻസൂബ് എഴുതുക, ഐനി. ലിമാ കാന അദ്നാനു ഗായിബൻ. എന്തുകൊണ്ടാണ് അദ്നാൻ ആബ്സെൻ്റ് ആയത്? എന്തുകൊണ്ട് അദ്നാൻ വരുന്നില്ല ക്ലാസ്സിൽ? കാന അദ്നാനു, അദ്നാനായിരുന്നു, ഗായിബൻ ആബ്സെൻ്റ്, ക്ലാസ്സിൽ വന്നിട്ടില്ല. ലി അന്നഹു, കാരണം അദ്ദേഹം, കാന ആയിരുന്നു, മരീലൻ രോഗി, ജിദ്ദൻ വളരെ. അപ്പോൾ അദ്ദേഹത്തിന് രോഗം ഉണ്ടായതുകൊണ്ടാണ് ക്ലാസ് റൂമിൽ വരാതിരുന്നത്. ആൻസർ ഇൻഷാ അല്ലാഹ് താഴെ പോസ്റ്റ് ചെയ്യും. കം യൗമൻ ഗാബ ഉസ്മാനു ഫിൽ ഉസ്ബൂഐൻ. 2 ആഴ്ചയിൽ ഉസ്മാൻ എത്ര ദിവസങ്ങൾ ആബ്സെൻ്റ് ആയിരുന്നു? 2 ആഴ്ചയിൽ. അപ്പോൾ നമുക്കറിയാം ഗാബ ഹംസത്ത് അയ്യാമിൻ, 5 ദിവസങ്ങൾ ആബ്സെൻ്റ് ആയിരുന്നു, ഫിൽ ഉസ്ബൂഐനി 2 ആഴ്ചകളിൽ. അപ്പോൾ 2 ആഴ്ച മജ്റൂറായാലും ഐനി എന്നാ വരാം, മൻസൂബായാലും മജ്റൂറായാലും ഉസ്ബു ഐനി. ബാറക്കല്ലാഹു ഫീക്കും. 2 മുസന്നക്ക് യാൻ്റെ മുകളിൽ സുക്കൂനും നൂൻ്റെ മുകളിൽ കസറും, അങ്ങനെ ഐനി. ഉസ്ബു ആനി എന്നുള്ളത് ഉസ്ബു ഐനി, നമ്മൾ പഠിച്ചതാണ്. ലിമലം യനാമു. ലിമലം യനം ആദമു. ആദം എന്തുകൊണ്ട് ഉറങ്ങിയില്ല? ലിമലം യനം ആദമു. ആദം എന്തുകൊണ്ട് ഉറങ്ങിയില്ല? ലി അന്നഹു, കാരണം അദ്ദേഹം, കാന ആയിരുന്നു, ബിഹി സുദാഉൻ തലവേദന ഉണ്ട്, തലവേദന ഉണ്ടായത് കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങാതിരുന്നത്. കാരണം അദ്ദേഹത്തിന് തലവേദന ഉണ്ടായിരുന്നു. ലി അന്നഹു കാന ബിഹി സുദാഉൻ, കാരണം അദ്ദേഹത്തിനുണ്ടായിരുന്നു തലവേദന, ഷദീദുൻ ശക്തമായ. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. അടുത്തത് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് അജ്വഫ് ഫീലുകളാണ്. അജ്വഫ് ഫീലുകൾ. ബാറക്കല്ലാഹു ഫീക്കും. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചത് മിസാൽ, അതായത് ആദ്യത്തെ അക്ഷരം ഫാ കലിമ വാവോ യാഓ ആകുന്നതാണ് മിസാൽ. ഇനി ഈ പാഠത്തിൽ ഐൻ കലിമ, ഫാ ആലയിലെ ഐൻ കലിമ വാവോ യായോ ആകുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ പറഞ്ഞ മാതിരി ഹാദി അംസലത്തുൻ ലിൽ ഫീൽ, ഇത് ഫീലിൻ്റെ ഉദാഹരണങ്ങളാണ്. അൽ മൂത്തല്ലുൽ ഐൻ, ഐന് ദുർബലമാകാം.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫാ ദുർബലമായി പഠിച്ചു. അപ്പോൾ ആ ഫാ കലിമ ദുർബലമാകാം ആദ്യത്തെ അക്ഷരം ഫാ കലിമ വാവോ യാവോ ആകുമ്പോൾ. അപ്പോൾ നമ്മൾ വല പഠിച്ചു, അങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പഠിച്ചു. പിന്നെ വജത പഠിച്ചു, വജബ പഠിച്ചു. അവിടെയൊക്കെ വാ തുടക്കത്തിൽ വരികയാണ്. അതിനാണ് മിസാൽ എന്ന് പറയുക. ഇനി ഈ പാഠത്തിൽ വാ അല്ലെങ്കിൽ യാ ഐൻ കലിമയിൽ വരും. അപ്പോൾ ഐൻ കലിമ ദുർബലമാവും. അതാണ് ഈ പാഠത്തിൽ പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫീലുകൾ ഏതൊക്കെ? അപ്പോൾ 3 ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലിഫ്, ബാ, ജീം എന്ന് പറഞ്ഞിട്ട് 3 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫീലുകൾ, കുറേ ഫീലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തേത് കാല. ഈ കാല എന്ന് പറയുന്നത് ശരിക്കും കവലയാണ്. ശരിക്കെന്താണത്? അടിസ്ഥാനപരമായിട്ട് കവലയാണ്. അപ്പോൾ ഐൻ കലിമ വാ ആണ്. കണ്ടോ? ഐൻ കലിമ വാ ആണ്. അപ്പോൾ അൽ മുഅത്തലുൽ ഐൻ, ദുർബലമായ ഐനാണ്. കാരണം ഐൻ കലിമ വാവായോണ്ട് ഈ കവല, അവൻ പറഞ്ഞു എന്നത് ദുർബലമായ ഐൻ കലിമയാണ്. വാവ് നടുക്ക് വന്നു ഐൻ കലിമേൻ്റെ മുകളിൽ. ഈ കവലക്ക് എന്ത് സംഭവിച്ചു? പിന്നൊരു മാറ്റം സംഭവിച്ചിട്ടാണ് കാല എന്നായത്, അലിഫായത്. വാക്ക് പകരം അലിഫ് വന്നത് അത് ക്രമേണ ഒരു മാറ്റം സംഭവിച്ചിട്ട് വന്നതാണ്. പിന്നെ എല്ലാവരും കാല എന്നാണ് പറയാൻ തുടങ്ങിയത്. ബാറക്കല്ലാഹു ഫീക്കും. ശരിക്കും അതെന്തായിരുന്നു? കവല എന്നായിരുന്നു. അപ്പോൾ കവല എന്തായി? കാലയായി. അപ്പോൾ ഇവിടെ കാല, പിന്നെ അതിൻ്റെ മൂന്നാരി എന്താവും? യക്കൂലു, അവൻ പറയുന്നു, അവൻ പറയും. അപ്പോൾ കാല യക്കൂലു. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ കാന യക്കൂനു, കാന അവനായിരുന്നു, യക്കൂനു അവനാകും. സാറ യസൂറു, സന്ദർശിക്കുക. സാറ അവൻ സന്ദർശിച്ചു, യസൂറു അവൻ സന്ദർശിക്കുന്നു, സന്ദർശിക്കും. കാമ യക്കൂമു അവൻ നിന്നു. ദാക്ക യദൂക്കു അവൻ രുചിച്ചു, അവൻ രുചിക്കുന്നു, അവൻ രുചിക്കും. താഫ യത്തൂഫു അവൻ ചുറ്റുന്നു. താഫ അവൻ ചുറ്റി, യത്തൂഫു അവൻ ചുറ്റുന്നു. സാമ അവൻ നോമ്പ് നോറ്റു, യസൂമു അവൻ നോമ്പ് നോക്കുന്നു. ദാറ യദൂറു അവൻ തിരിഞ്ഞു, അവൻ തിരിയുന്നു. താബ അവൻ പശ്ചാത്തപിച്ചു, യത്തൂബു അവൻ പശ്ചാത്തപിക്കുന്നു. ബാല അവൻ മൂത്രമൊഴിച്ചു, യബൂലു അവൻ മൂത്രമൊഴിക്കുന്നു, അവൻ മൂത്രം ഒഴിക്കും. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? ഐൻ കലിമ ദുർബലമായ ഐനാണ്. കാരണം എന്താ? വാവ വന്നത്, കവല. പക്ഷെ ആ വാ എന്ത് സംഭവിച്ചു? മാറ്റം സംഭവിച്ചിട്ട് അലിഫായതാണ്. അതുകൊണ്ടാണ് കാല, കാന, സാറ, കാമ എന്നൊക്കെ ആയത്, അലിഫ് വന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള പ്രയോഗം, ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും ഖുർആനിലൊക്കെ വന്നത് കാല, കാന ആണ്. ശരിക്കത് കവല, കവന എന്നാണ്. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇതാണ് ഇങ്ങനത്തെ ഒക്കെ ഫീലിന് ഐൻ കലിമ ദുർബലമാകുമ്പം അജ്വഫ്, അൽ അജ്വഫ്, അജ്വഫ് എന്നാണ് പറയാം. ഇതിൻ്റെ പേര് അൽ അജ്വഫ് ആണ്. കാരണം ഐൻ കലിമ വാവ് വന്നുകൊണ്ട് ദുർബലമായി. ഇനി അടുത്തത് നോക്കൂ. ജാ അവൻ വന്നു, യജീഉ അവൻ വരുന്നു, അവൻ വരും. അപ്പോൾ ഈ ജാ ഇതേപോലെ അടിസ്ഥാനപരമായിട്ട് എന്തായിരുന്നു? ജി എന്നായിരുന്നു. ജി അ, ജാക്ക് ശേഷം യ, പിന്നെ അംസ. അപ്പോൾ എന്താ? ദുർബലമായ ഐൻ ഐ, അൽ മുഅത്തലിൽ ഐനായി. കാരണം എന്താ? ഐൻ കലിമ ദുർബലമായ യാ വന്നു. വാവോ യാവോ വന്നാൽ ദുർബലമാവും. അപ്പോൾ ഇവിടെ യാ വന്നു, ജി അ. ആ യാ പിന്നെ കാലക്രമേണ മാറ്റം വന്നിട്ട് എന്തായി? ജാ എന്നായി. യാ പോയിട്ട് അലിഫായി. അപ്പോൾ ജാ യജീ ഉ, ജാ യജീ ഉ. അതേപോലെ ബാ അവൻ വിറ്റു, യബീ ഉ അവൻ വിൽക്കുന്നു. സാറ അവൻ നടന്നു, യസീറു അവൻ നടക്കുന്നു. ആഷ അവൻ ജീവിച്ചു, യഈഷു അവൻ ജീവിക്കുന്നു. കാല
ശ്രദ്ധിക്കണേ, ഇവിടെ കാല കാ മറ്റേ കാ ആണ്. അവൻ പറഞ്ഞു എന്നുള്ള കാ കാലയാണ്. ഇവിടെ കാല. ഈ കാല എന്താ അർത്ഥം? അവൻ തൂക്കി. യക്കീലു അവൻ തൂക്കുന്നു. ബാറക്കല്ലാഹു ഫീക്കും. ഇനി അടുത്തത് നോക്കൂ, നാമ. നാമ എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങി. ഇതും അടിസ്ഥാനപരമായിട്ട് എന്തായിരുന്നു? നവിമ എന്നായിരുന്നു. നവിമ. പിന്നെ ആ വാ പോയിട്ട് എന്തായി? അലിഫായിട്ട് നാമ എന്നായി. അപ്പോൾ ഇപ്പം നമ്മൾ പ്രയോഗിക്കുന്നതും പിന്നെ പതേതാ? നാമ. അലിഫ് വെച്ചിട്ട് നാമ. അപ്പം നാമ യനാമു അവൻ ഉറങ്ങുന്നു. ഖാഫ അവൻ ഭയന്നു. യഖാഫു അവൻ ഭയക്കുന്നു. കാദ ചെയ്യാൻ പോയി എന്ന് പറയുന്നതിനെ കാദ എന്ന് പറയാം. ചെയ്യാൻ പോയി. യക്കാദു അവൻ ചെയ്യാൻ പോകുന്നു. സാല സാല അവൻ നിർത്തുന്നു. യസാലു നമ്മൾ പഠിച്ചതാണ് സാല. അതിൻ്റെ കൂടെ ലാ വന്നാൽ ഇപ്പോഴും അർത്ഥം. ആ ലാ പോയാൽ അർത്ഥം മാറും. സാല യസാലു. ഹാമിദുൻ കാല. ഇനി അടുത്ത എക്സസൈസ്. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതൊക്കെ അജുവഫാണ്. അജുവഫ് ഫീല്. വാ അല്ലെങ്കിൽ യാ ദുർബലമായിട്ട് വരാം. ഐൻ കലിമ. ഐൻ കലിമ വാ അല്ലെങ്കിൽ യാ ആകാം. അപ്പോൾ ഇവിടെ വേറൊന്നും കൂടി നമ്മൾ പഠിച്ചു. ആ വാ പോയിട്ട് അലിഫായി. അപ്പോൾ ഇപ്പം നമ്മൾ പ്രയോഗിക്കുന്നതും ഖുർആനിൽ വന്നതൊക്കെ അലിഫായിട്ടാണ്. ആ വാ ഓ യാവോ അല്ല. അത് പോയി കാലക്രമേണ പോയി. ബാറക്കല്ലാഹു ഫീക്കും. പക്ഷെ ആദ്യം വാവും യാവും ആയിരുന്നു പണ്ട്. ഇനി അടുത്തത് ഹാമിദുൻ കാല. ഹാമിദ് പറഞ്ഞു. അത്തുല്ലാബു കാലു വിദ്യാർത്ഥികൾ പറഞ്ഞു. ആമിനത്തു കാലത്ത് ആമിന പറഞ്ഞു. അത്വാലിബാത്തു വിദ്യാർത്ഥിനികൾ കുൽന അവർ പറഞ്ഞു. ഇത് സർഫാണ്. അന്ത കുൽത്ത നീ പറഞ്ഞു. അന്തും കുൽത്തും നിങ്ങൾ പറഞ്ഞു. അന്തി കുൽത്തി നീ പറഞ്ഞു. അന്തുന്ന കുൽത്തുന്ന നിങ്ങളെല്ലാവരും പറഞ്ഞു. സ്ത്രീലിംഗം. അന കുൽത്തു ഞാൻ പറഞ്ഞു. നെഹ്നു കുൽന ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എളുപ്പമാണ്. ഇത് നമ്മൾ ആദ്യമേ പഠിച്ചു വെച്ചതാണ്. മാളി എങ്ങനെയാണ് സർഫ് ചെയ്യുക. ചെറിയൊരു വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒന്ന് സർഫ് ചെയ്യാം നമുക്ക്. കാല കാല കാലു. കാലത്ത് കാലത്ത. കുൽന നമുക്കറിയാം ആ നൂനിന് നീട്ടുണ്ടാവില്ല. കുൽന അവർ കുറേ സ്ത്രീകൾ പറഞ്ഞു. കുൽത്ത കുൽത്തുമാ കുൽത്തും. കുൽത്തി കുൽത്തുമാ കുൽത്തുന്ന. കുൽത്തു ഞാൻ പറഞ്ഞു. കുൽന ഈ നൂന് നീട്ടുണ്ടാവും. കുൽന ഞങ്ങൾ പറഞ്ഞു. ബാറക്കല്ലാഹു ഫീക്കും. അപ്പോൾ ഇത് എല്ലാം പ്രാക്ടീസ് ചെയ്യണം, മനപ്പാടാക്കണം. താഴെ പോസ്റ്റ് ചെയ്യും പ്രാക്ടീസ് ചെയ്യാൻ ഇൻഷാ അല്ലാഹ്.